മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡീലുകൾ ചർച്ച ചെയ്ത് മഹായുതി കൺവീനറാക്കണം എന്ന് ഏകനാഥ് ഷിൻഡെ. ലോക്സഭാ എംപിയായ മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ഷിൻഡെയ്ക്ക് കേന്ദ്ര ക്യാബിനറ്റ് പദവി ബിജെപി നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. തന്റെ നേതൃത്വത്തിലാണ് മുന്നണി വലിയ വിജയം നേടിയത് എന്ന് ഷിൻഡെയുടെ വാദം. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിന് മുൻഗണന നൽകി ബിജെപി. ബീഹാർ മോഡൽ മഹാരാഷ്ട്രയിൽ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയതായും സൂചനയുണ്ട്. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ചിത്രം ഇനി എങ്ങനെയാണ് തെളിയാൻ പോകുന്നത്? മോത്തി, ഇപ്പോഴും ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്രയിൽ കെയർ ടേക്കറായിട്ട് തുടരുന്നുണ്ട്. പക്ഷേ ഈ സസ്പെൻസ് എന്തായാലും അധിക കാലം പോകില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് കാരണം BJPയുടെ നിരീക്ഷകന്മാർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇന്ന് മഹാരാഷ്ട്രയിൽ എത്തുന്നുണ്ട്. അവർ ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾക്കാണ് എത്തുന്നത്. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കും, ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി, അതായത് 29-നോ 30-നോ തന്നെ അധികാരമേൽക്കും. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് വലിയ ആഘോഷത്തോടു കൂടി വാങ്ഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏക്നാഥ് ഷിൻഡെയെ പിണക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദമെല്ലാം തന്നെ BJP നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അതിനോട് തൽക്കാലം കേന്ദ്രത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ഷിൻഡെ അറിയിച്ചത്. പകരം മഹായുതിയുടെ, മഹാരാഷ്ട്രയിൽ മുന്നണിയുടെ കൺവീനറായി തന്നെ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ തന്നെ ആക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കല്യാൺ മണ്ഡലത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള മകൻ ശ്രീകാന്ത് ഷിൻഡെയെ അവിടുത്തെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആക്കണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിത് പവാർ തന്നെയായിരിക്കും എന്തായാലും മഹാരാഷ്ട്രയിലെ ഒരു ഉപമുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ ഈ ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നതിനോട് യോജിപ്പുണ്ട്. അദ്ദേഹം BJPയെ പിന്തുണയ്ക്കുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി ആയി തുടരുന്നതിൽ തന്നെയാണ് തനിക്ക് താല്പര്യം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് BJP നേതൃത്വത്തെ. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്ത് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി കൂടി വരുമെന്ന കാര്യമാണ് ഉറപ്പാകുന്നത്. എന്തായാലും ഷിൻഡെ അവിടെ കൂടുതൽ ഉപാധികൾ വെച്ച് RSS നേതൃത്വവുമായിട്ട് അടക്കം ചർച്ച നടക്കുന്നത്, തന്നെ മഹായുതി കൺവീനറായി പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ BJP നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. RSSും അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. 132 സീറ്റാണ് BJPക്ക് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്കുള്ളത്. ചെറിയ പാർട്ടികളുടെയും, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കം ചെറു പാർട്ടികളുടെയും NCP അജിത് പവാർ പക്ഷത്തിൻ്റെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് എന്തായാലും മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഇന്ന് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 29-നോ 30-നോ അവിടെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുമുണ്ടാകും. ശരി അർജുൻ.